പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ലെന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ അവകാശവാദം ഭരണഘടനാ വിരുദ്ധമെന്ന് അമിത്ഷാ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്താവന അതിലേക്കാണ് പോകുന്നത്. തത്സമയത്തിലേക്ക്. सीए के कारण जो हिंसा हुई थी उस वक्त आपने कहा था एक डिसइंफॉर्मेशन कैंपेन है और वो आप दूर नहीं कर पाए उस डिसइंफॉर्मेशन को, मिसइंफॉर्मेशन डिसइंफॉर्मेशन जो भी. इस बार क्या पार्टी जो है या सरकार जो है उसको अलग कर पाई है? स्मिता जी, दरमियान में मैंने कहा 41 टाइम 41 बार अलग अलग मंचों से इसके बारे में मैंने डिटेल बात करी है कि इस देश के अल्पसंख्यक माइनॉरिटीज या तो किसी और व्यक्ति को डरने की जरूरत नहीं है, क्योंकि सीए में किसी की नागरिकता लेने का प्रावधान ही नहीं है. सीए सिर्फ और सिर्फ 3 देश अफगानिस्तान, पाकिस्तान और बांग्लादेश से हिंदू, सिख, बौद्ध, क्रिश्चियन और पारसी जो जैन और पारसी शरणार्थी आए हैं, इनको उनका अधिकार देने का कानून है, नागरिकता देने का कानून है, जिससे इनके जीवन की वेदनाओं को हम कम कर पाए. मैं बाकी रिलीजन्स के बारे में बाद में आती हूँ, पहले मुसलमान समुदाय के बारे में बात करते हैं, क्योंकि चाहे ओवैसी साहब हों, चाहे ममता बनर्जी हों, और फिर बहुत से विदेशी मीडिया जो है वो भी कह रही है इट्स एन एंटी मुस्लिम लॉ, बिकॉज आप मुसलमानों को नहीं शामिल कर रहे हैं, तो वो क्राइटेरिया ही है कि मुसलमान नहीं होने चाहिए. ऐसा नहीं है. आप इस लॉ को आइसोलेशन में नहीं दे सकते. इस देश का एक इतिहास है. 15 अगस्त 1947 को देश का विभाजन हो गया. देश 3 हिस्सों में बंट गया. वो बैकग्राउंड है. भारतीय जनसंघ, भारतीय जनता पार्टी हमेशा विभाजन का विरोध किया. हम कभी सहमत नहीं थे. इस देश का विभाजन धर्म के आधार पर होना ही नहीं चाहिए था, मगर उस वक्त किया गया. जब धर्म के आधार पर आप विभाजन करते हो और वहां जो अल्पसंख्यक है उन लोगों पर ढेर सारे अत्याचार हो, धर्म परिवर्तन कराया जाए. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേർന്നുണ്ട്. ഗൗതം, കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അമിത്ഷാ തന്റെ നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്. എങ്ങനെ നോക്കിക്കാണാം? ദേശീയ വാർത്താ ഏജൻസിയായ ANAക്ക് നൽകിയ അഭിമുഖത്തിലാണ് പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ചുള്ള നിലപാട് ഒരിക്കൽ കൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടിയുറച്ച് വ്യക്തമാക്കുന്നത്. ഒരു കാരണവശാലും CAA പിൻവലിക്കില്ല എന്ന് ഒരിക്കൽ കൂടി അമിത്ഷാ വ്യക്തമാക്കുന്നു. കേരളം, അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാള് തുടങ്ങിയ ചില സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് ഇത്തരം പരാമർശങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമമാണ് ഇത്തരക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന വിമർശനമാണ് ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. CAA എന്നത് കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ്. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ തന്നെ ഈ വാഗ്ദാനം ജനങ്ങൾക്ക് നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച നിലപാടിൽ നിന്നും പിന്നോട്ടില്ല എന്ന സന്ദേശം ഒരിക്കൽ കൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകുന്നു. INDA മുന്നണിക്ക് രൂക്ഷമായ വിമർശനമാണ് ഈ അഭിമുഖത്തിൽ അമിത്ഷാ നൽകുന്നത്. അതായത് ഒരു കാരണവശാലും അധികാരത്തിലെത്തില്ല എന്ന ബോധ്യം ഈ ഇന്ത്യ മുന്നണി നേതാക്കൾക്കുണ്ട്. ഇതിനാൽ ഇത്തരം തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിൽ പരത്തി അരാജകത്വം സൃഷ്ടിക്കുവാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്ന വിമർശനവും അമിത്ഷായുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. വിഷ്ണു. വ്യക്തമാണ്. വളരെയധികം നിർണായകമായ നിലപാട് തന്നെയാണ് അമിത്ഷാ എടുത്തിട്ടുള്ളത്. നിലവിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ലെന്ന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ അവകാശവാദം ഭരണഘടനാ വിരുദ്ധമെന്ന് അമിത്ഷാ പറയുന്നു. പൗരത്വ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് മാത്രമാണ്. പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂട്ടിച്ചേർത്തു. അതേസമയം ഇന്ത്യ മുന്നണിക്കും ശക്തമായ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഗൗതമാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.